ഐസ്ക്രീം കഴിച്ചാലോ? ഓ സാപ്പിടലേ മാമേ. മോനെ ഇവിടെ ഐസ്ക്രീം ഒക്കെ കിട്ടുമോ? കിട്ടുമോ? ஐஸ்கிரீம் பரட்டே. ஐஸ்கிரீம் சாப்பிடுறதுக்கு தானே அம்மா நம்ம இங்க வந்தோம். அம்மா இங்க யாரையும் காணுமேம்மா. വരും, നീ സമാധാനമായിട്ടിരിക്കേ. ഹലോ ഇங்க രണ്ട് ഐസ്ക്രീം. അതൊക്കെ നമ്മൾ ഗെയിം വിടരുത്. സത്തമാ ഒന്നും சொல்லக்கூடாது. പിള്ളേരുടെ ഒക്കെ കൂടെ പോകുമ്പോ കണ്ടിട്ടില്ലേ നമ്മള് മസിലും ഒക്കെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരുന്നാ മതി. இப்படி உட்கார்ந்தா போதுமா? ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം ഉണ്ട്. മറ്റേ ഈ ഗ്ലാസിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നേ പലവിടെയാണോ? അത് തന്നെ. രണ്ടെണ്ണം. எனக்கொன்னு அம்மாக்கொன்னு. ഇപ്പൊ വരും. അമ്മയെ രണ്ടുപേരുടെ സന്തോഷം നോക്ക്. എന്നാലും എന്നെ കൂട്ടാതെ ഇവരെല്ലാം കൂടെ എവിടെ പോയിക്കോ? രണ്ടുപേരുടെ കറക്കമൊക്കെ കഴിഞ്ഞ് വരട്ടെ, കൊടുക്കാം. പ്രതീക്ഷയാണല്ലോ. ഇതെവിടെ പോയതാ? ഞങ്ങളൊന്ന് കറക്കാൻ പോയതാണേ. എന്നെ വിളിക്കായിരുന്നു. ലേഡീസ് ഓൺലി. ഞാൻ വിചാരിച്ചേ നിങ്ങള് കനകാന്റിയുടെ അമ്മൂമ്മയുടെയും കൂടെ പുറത്തു പോയിക്കുവാ. ആഹാ, കനകാന്റിയുടെ അമ്മൂമ്മയുടെയും കൂടെ പറയാം. എന്നിട്ട് അവരെവിടെ? അവര് ഹലോ ഹലോ, ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ടേ. ഇവിടെ ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ടേ. ഈ ആൾക്കാർ എവിടെ പോയതാ? പറയാനേ മനസ്സില്ല. ലച്ചുവേ, ഓ നമ്മളിന്ന് എവിടെയൊക്കെ പോയി ലച്ചു? നമ്മളിന്ന് ജംഗ്ഷനിലൊക്കെ പോയി ഒരു 2 റൗണ്ടൊക്കെ കറങ്ങി, അതിന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ നേരെ മറൈൻ ഡ്രൈവിൽ പോയി അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട്. മറൈൻ ഡ്രൈവ് പോയപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചി വരെ പോയിക്കൂടാ എന്ന്. അവിടെ ബിനാലെ നടക്കുവാണല്ലോ. അതെ അതെ, അങ്ങനെ ബിനാലെയൊക്കെ കണ്ട് നൈസായിട്ട് തിരിച്ച് കറങ്ങി തിരിച്ച് ഇവിടെ എത്തി. യെസ്, ബിനാലേക്ക് പോയല്ലേ? ഞാനും കുറച്ചു നാളായിട്ട് ബിനാലേക്ക് പോകണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു.
ഒരു കണത്തരം ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലല്ലേ? രണ്ടുപേരും കൂടി ലോകം ചുറ്റാൻ ഇറങ്ങിയതാണ് അല്ലേ? ആണെങ്കിൽ ഒന്നുമില്ല, പോകുമ്പോ പറഞ്ഞിട്ട് പോയാലെന്താ? അതെ, നമ്മൾ ഇവിടെ കിടന്ന് കുറച്ചു നേരമാണെങ്കിലും ഇന്നലെ നല്ല ടെൻഷൻ അടിച്ചില്ലേ? ടെൻഷൻ അടിച്ചോ? അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ടാ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറയാറില്ലല്ലോ. പക്ഷെ അതുപോലെയാണ് ഇത്. അതുപോലെ തന്നെയായതും. എന്റെ അമ്മുമ്മ എനിക്കൊരു പിടിയും കിട്ടണില്ല. എന്തുവാ? ഞാൻ പറഞ്ഞുതരാം. 2 ദിവസമായിട്ടേ രണ്ടുപേരും കൂടെ ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, ബീച്ച്, പാർക്ക്, ഐസ്ക്രീം കഴിക്കാൻ, സിനിമ എല്ലാത്തിനും കൂടെ പോയിട്ടേ കറങ്ങി അടിച്ചിട്ടുള്ള വരവാണിത്. അത് സിദ്ധുമ മോട്ടിവേറ്റ് ചെയ്തോണ്ടാ ഞങ്ങൾ പോയത്. ഞാന് മോനല്ലേ പറഞ്ഞ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കരുത്, ഇങ്ങനെ കറങ്ങാനൊക്കെ പോണോന്ന്. അതുകൊണ്ടാ ഞങ്ങളൊന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതെ, ഞങ്ങൾ ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നോക്കാറുണ്ടോ? ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാറുണ്ടോ? ഞങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾ ചോദിക്കാറുണ്ടോ? നേരം വെളുക്കുമ്പോ എഴുന്നേക്കുന്നു, എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുന്നു, മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യങ്ങളും നോക്കി ജീവിതം ഇങ്ങനെ അങ്ങ് പോകുന്നു. അതിന് കണ്ണൊക്കെ നടക്കണ എന്തിനാണ് ഇത്ര സെന്റി ആവണേ? നിങ്ങൾക്ക് ഇത് സെന്റി അല്ലയോ? അമ്മ അഴക്കൂടാതമ്മ. അമ്മ കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചല്ലേ പടവലത്ത് പോണോന്ന്. പടവലത്ത് ആഴ്ച 2 ദിവസം ഞാൻ പോകുന്നില്ലയോ? മിനിഞ്ഞാന്ന് ഞാൻ മോളില് പോയപ്പോ വിളിച്ചതല്ലേ, എന്റെ കൂടെ വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാം, പച്ചക്കറിയൊക്കെ മേടിച്ച് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞതാണോ? മാളിൽ പോയി സാധനം മേടിക്കുന്നതാണ് അത്ര വലിയ കാര്യം അല്ല. മറൈൻ ഡ്രൈവിൽ പോയ അപ്പൂപ്പന്മാരൊക്കെ വായി നോക്കുന്നതാണ് വലിയ കാര്യം. ലച്ചു, ആന്റി പിന്നെ 40+ ആൾക്കാരാണ്. ഞാൻ അപ്പടിയെല്ലാം ചെയ്യില്ല ലച്ചു. അമ്മുമ്മ, ഞാൻ പറഞ്ഞ പ്രകാരമാണ് നിങ്ങൾ കറങ്ങാൻ പോയതെങ്കിലേ കൊച്ചി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതും ഒരു സന്തോഷമുള്ള കാര്യം അല്ലയോ മോനെ? എന്താണെങ്കിലും എന്റെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഗുണം ചെയ്തു. ഇപ്പൊ എന്താണ് അമ്മൂമ്മയുടെ പ്രശ്നം? അമ്മൂമ്മയ്ക്ക് ഇവിടെ നിന്ന് സന്തോഷം കിട്ടുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, എന്നാലും പറ അമ്മൂമ്മ. കനകാന്റി, നിങ്ങൾ 2 പേർക്കും ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളത് സാധിച്ചു. அப்படின்னா நான் ஒரு ஆசை சொல்லட்டா? പറ ചേച്ചി. எனக்கு ஒரு வாட்டிக்கு விட வெளியில போயிட்டு ஐஸ்கிரீம் சாப்பிடணும். അത്രേ ഉള്ള സെറ്റ് ചെയ്ത്. അമ്മമ്മ, ആന്റി, ഇനി ഇതേപോലത്തെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പറയാം, നമ്മളത് സാധിച്ചു തരുന്നേ. അതെ, അമ്മയ്ക്ക് ഇനി എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ചേച്ചിക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങളത് സാധിച്ചു തരും. എനിക്ക് പഴയ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടോ? பக்கெட்டா? அது என்ன? അത് ചേച്ചി, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കൂലേ, അതിലാണ് നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയണത്. അതൊക്കെ നമ്മൾ സാധിക്കുമ്പോ നമ്മൾ അതിങ്ങനെ ടിക്കറ്റ് പോവും. അത്രയ്ക്കൊന്നുമില്ല, കുറച്ച് ആഗ്രഹങ്ങൾ. അമ്മ, ഇനി അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തരും. ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചോ? ആന്റി എഴുതി വെച്ചു.